ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളിയായിട്ടുള്ള പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ 4 പഴം എടുത്തിട്ടുണ്ട്. അതിന്ന് ഒരു പഴം മുറിച്ച് നല്ലപോലെ മുക്കി പൊരിക്കാനുള്ള മാവ് തയ്യാറാക്കുന്നതാണ്. അങ്ങനെ ഇതാ മിക്സിയുടെ ജാറിലേക്ക് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പത്തിരിപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ 1/2 കപ്പ് പഞ്ചസാര, പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1/4 കപ്പ് ചൂടുവെള്ളവും ചേർത്ത് അരച്ചെടുക്കുന്നതാണ്. നല്ല സ്മൂത്തായി അരച്ചെടുക്കണം. അങ്ങനെ ഇതാ മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ചേർത്ത് നല്ല സ്മൂത്തായി അരച്ചെടുക്കുന്നുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ ചേർക്കാം. അതിലേക്ക് ഈ അരച്ച് വെച്ച കൂട്ട് ചേർത്ത് നല്ലപോലെ കലക്കിയെടുക്കാം. അങ്ങനെ ഇതാ നല്ലപോലെ കലക്കിയെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേപോലത്തെ പഴംപൊരിയാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരിയാണ്. അപ്പോൾ ഇതാ നല്ലപോലെ കലക്കി വെച്ചിട്ടുണ്ട്. വീഡിയോ കണ്ടിട്ടാണെന്ന് വിചാരിക്കേണ്ടത്, എന്താ പഴംപൊരി സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെ, അതുപോലെയല്ല, ഇതൊരു വെറൈറ്റി പഴംപൊരിയാണ്. അങ്ങനെ ഇതാ മാവൊക്കെ നല്ല കലക്കി റെഡി ആയിട്ടുണ്ട്. ഈ പരുവത്തിലാണ് കലക്കിയെടുക്കേണ്ടത്. പഴമൊക്കെ നല്ല മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് നമ്മളുടെ ഈ കൂട്ട് ഇതേ പാകത്തിലായി കിട്ടണം. അങ്ങനെ നമുക്കത് എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഓരോ പഴം മുറിച്ചതും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് പൊരിച്ചെടുത്ത് റെഡിയാക്കാം. പഴംപൊരി വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്കെല്ലാം നല്ല ഇഷ്ടം പഴംപൊരിയാണ്. അങ്ങനെ ഇതാ നല്ലപോലെ പൊരിച്ചെടുത്ത് റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ഇതേപോലെ എണ്ണയിലിട്ട് ഒരു ഭാഗം മൊരിയുമ്പോൾ നല്ലപോലെ മറിച്ചിട്ട് കൊടുക്കാം. നല്ല പൊങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ മറ്റേ ഭാഗവും നല്ലപോലെ മൊരിയാൻ വേണ്ടി മറിച്ചിട്ട് പൊരിച്ചെടുക്കാം. അങ്ങനെ ഇതാ പഴംപൊരിയൊക്കെ നല്ല പൊരിഞ്ഞ് റെഡിയായി കിട്ടുന്നുണ്ട്. അങ്ങനെ നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അപ്പോൾ ഇത്ര തന്നെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്യുക.